ഫ്രണ്ട്സ്, നമ്മുടെ എക്വറിയം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നോർമൽ നമ്മുടെ ഈ ബ്ലൂ കളർ ഡ്രം ആയതുകൊണ്ട്, കെമിക്കൽ ഡ്രം ആയതുകൊണ്ട് ഔട്ട്ലുക്ക് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് നമ്മളൊരു ബെഡ്ഷീറ്റിൻ്റെ രണ്ട് സൈഡ് കട്ടാക്കിയിട്ട് സിമെൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇതിലേക്ക്. ബ്രഷാണെങ്കിൽ അതേപോലെ നമ്മൾ എല്ലാം നമുക്ക് സാധനം മേടിക്കാൻ കിട്ടും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ എല്ലാം മാക്സിമം റീയൂസ് ചെയ്യാൻ നോക്കണം. ഒരു ഉപയോഗം കഴിഞ്ഞപ്പാടനെ അങ്ങനെ വിട്ടാൽ അപ്പാടനെ അത് കട്ടായിട്ടങ്ങ് പോവും. ये मार लेना इसे हटाओ ये अच्छा ले पाड़ा ना को നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് കുറച്ച് ആമ്പലും കുറച്ച് ഈ ഷെൽസിൻ്റെ സാധനവും പിന്നെ ഗപ്പിയും ഇതാണ് എടുക്കാൻ നിൽക്കുന്നത്. അതുപോലെ നമ്മളിത് പുതിയൊരു വ്ളോഗറാണ്. എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കൊണ്ടുവന്നിട്ടില്ല, നമ്മളെ ഗപ്പിക്ക് വേണ്ടിയിട്ടില്ല ബോട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആക്ച്വലി ഈ ടാങ്കിൽ നിന്ന് പിടിച്ച് ശീലമില്ല, അങ്ങനെയായിട്ട് ഇവിടെ നെറ്റില്ല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രെയിനർ കൊണ്ടാണ് ഇപ്പോൾ പിടിക്കുന്നത്. നമ്മൾ പോട്ടെ മുത്തുമണി ഫ്രണ്ട്സ്. അങ്ങനെ കൊക്കോപ്പിന്റെ ആവശ്യമുണ്ടോ ആക്ച്വലി? നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ആമ്പൽ. ജമാലിന്റെ കാറിന്റെ ഡിക്കിയില് സോ ഈ റോസ് ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്ര കളർ നോക്കിയേ, കണ്ണടിച്ചു പോവും അമ്മാതിരി കളറാണേ. എന്നുവെച്ചാൽ ഈ റോസാപ്പൂക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ്റ്റ് ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അത് കാണിച്ചു തരാം. ഗപ്പി വിട്ടിട്ടുണ്ട്. ഗപ്പി വിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാട്ടയിലാണ് മീൻ കൊണ്ടുവന്നത്. മീൻ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സെറ്റാക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായി. അതങ്ങനെ താഴെ പോയതാണ്. അതിന് കൂടെ തന്നെ നമ്മളിവിടെ കുറച്ച് ഷെൽസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ കാണാം. ഇതെല്ലാം ഇൻ ബിറ്റ്വീൻ നമ്മൾ ലൈവ് ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം പെട്ടെന്ന് ഈ ഷെൽസൊക്കെ പെട്ടെന്ന് പെരുകും. അപ്പോൾ നമ്മൾ ആമ്പൽ സെറ്റായി കഴിഞ്ഞ് ഈ ആമ്പലൊന്ന് വെച്ചാൽ ഇവിടുത്തെ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സെറ്റാക്കുന്ന ഇപ്പോൾ വെള്ളം മുഴുവൻ ഇപ്പോൾ കലങ്ങും, എന്നാലും അത് ഇന്ന് 1-2 ദിവസത്തിൽ സെറ്റാവും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എക്വറിയം സെറ്റായി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഉള്ള മീനുകൾ. ഇപ്പോൾ സോഫാർ ഗപ്പികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ആമ്പലൊക്കെ വിടർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വേറെ ഒരു വീഡിയോ ആക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.